ആ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ. നമ്മള് നേരത്തെ സംസാരിച്ച മാറ്ററാണ്. ആ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഗ്യാങ് ഹൗസിന്റെ വാതിക്കലാണ് ഞാൻ ഇന്ന് വന്നത്. ആ ഗ്യാങ് ഹൗസ് കയറിയപ്പോഴത്തേക്ക് എലിയല്ല ദേവക്കുട്ടി അലീനെ കൂടെ എടുത്തോണ്ട് വന്ന്. ഞാൻ ചോദിച്ചാൽ പെർമിഷൻ ഇല്ല എന്തിനും ഗ്യാങ് ഹൗസ് കയറി. അപ്പൊ പറഞ്ഞു ചന്ദ്രന്റെ ഷഡ്ഡി എടുക്കാൻ കയറിയാന്ന്. ചന്ദ്രൻ പെർമിഷൻ തന്നു. ചന്ദ്രൻ ഇന്ന് തിരിച്ചു തന്നിട്ടില്ല. അപ്പൊ ചെയ്തിട്ട് ഇവർ രണ്ടുപേരും പോയേ. ഇത് കഴിഞ്ഞ് SRK എന്ന് പറഞ്ഞ ഇതില് സൂര്യ ബോസ് എലി ഉണ്ടായിരുന്നു. ഈ ഗ്യാങ് ഹൗസ് കയറിയതല്ലേ? ഗ്യാങ് ഹൗസ് കയറിയില്ല, സൂര്യ ബോസ് എലി ഉണ്ടായി. ഇവർ രണ്ടുപേരും വേറെ വഴി ഇറങ്ങിപ്പോയി. എന്നിട്ട് ഞാൻ ഇത് കൺഫേം ചെയ്യാനായിട്ട് എലി എടുത്ത് എന്നിട്ട് ചോദിച്ച് അലീന എടുത്ത് എന്നിട്ട് ചോദിച്ചു, അലീന സത്യം ചെയ്യും, ചന്ദ്രനാണ് സത്യം ചെയ്യും, എലി ഗ്യാങ് ഹൗസിൽ കയറിയിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പൊ ചന്ദ്രനാണ് സത്യം ചെയ്യും. ഞാൻ പറയാം അലീനയുടെ അച്ഛനാണ് സത്യം ചെയ്യുന്ന പറഞ്ഞു. അത് കഴിഞ്ഞ് സൂര്യബോസ് ആണ് സത്യം ചെയ്യുന്ന പറഞ്ഞപ്പോ സൂര്യബോസ് എന്റെ പേര് പരന്തുവാസു. എന്റെ ഗ്യാങ് ഹൗസിനകത്ത് നിന്ന് അതിക്രമിച്ച് കയറിയെന്ന് അറിഞ്ഞായിരുന്നു. അത് ചോദിക്കാൻ വേണ്ടിട്ട് വിളിച്ചാ. സോറി ബ്രോ, ഞാൻ കേറിയിട്ടില്ല. അത് കയറിയത് എന്റെ കൂടെയുള്ള കൂട്ടുകാരിയാണ്. അത് അവളുടെ കാമുകന്റെ ജട്ടി കഴുകാൻ വേണ്ടി ജട്ടി എടുക്കാൻ കയറിയതാണെന്നാണ്. ഓ, നിന്റെ കൂട്ടുകാരുടെ കാമുകന്റെ ജട്ടി നീ ഡെയിലി വന്ന് കഴുകാറുണ്ടോ അവള് അതിനകത്ത് വന്ന്? അവൾക്ക് ഉത്തരവാദിത്തമുള്ള ഒരു കാമുക ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ജട്ടി കഴുകും. കാരണം ആ നാറിക്ക് ജട്ടി കഴുകി ശീലമില്ല. കഴുകാത്ത ജട്ടി ഇട്ടുകൊണ്ടാണ് നടക്കാറ്. അതൊക്കെ ഉണ്ടെങ്കിൽ വെളിയിൽ ചെയ്യണം. അതൊക്കെ ഗ്യാങ് ഹൗസിനകത്ത് വന്നിട്ടല്ല ജട്ടി കഴുകുന്നത്. അത് എഴുതുന്നത്. പിന്നെ ഇനി ടിവിയുടെ ഗ്യാങ് ഹൗസിനകത്ത് ഇനി നിന്റെ കൂട്ടുകാരി കയറിയാലും ആര് കയറിയാലും അവളെ കേൾപ്പിക്കാൻ പറ്റുന്ന ബ്രോ. എനിക്ക് ഇതിനകത്ത് ഒരു ബന്ധമില്ല ബ്രോ. എനിക്ക് കാമുകന്റെ ജട്ടി കഴുകാൻ കൂടെ നടക്കണതല്ലേ. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? നിങ്ങൾ വിളിച്ച് പറയൂ ബ്രോ. കള്ളിന്റെ കുഞ്ഞമ്മയുടെ മോളോടാ. കൂട്ടുകാരെ കണ്ടില്ലെങ്കിൽ ടിവിയുടെ ഗ്യാങ് ഹൗസിനകത്ത് കത്തിച്ചിട്ട് കുഴിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചാ മതി കേട്ടാ. ജട്ടി കഴുകിയിടാൻ പറ. എന്തിനാണ് ഗേൾ ഫ്രണ്ടിനെ കൊണ്ട് കഴിയിപ്പിക്കുന്നത്? കഴുകാനുള്ള കഴിവില്ല. കഴുകാത്ത ചട്ടിയുള്ള എല്ലാവരുടെയും പോയി കഴുകി കൊടുക്കുവോ? നിങ്ങൾക്ക് 2-3 ഗേൾ ഫ്രണ്ട്സ് ഇല്ലേ? എനിക്ക് കോഴികളൊക്കെ എന്നോട് എന്തിനാണ് പറയട്ടെ അണ്ണാ, ഗ്യാങ് ഹൗസ് മൊത്തം വൃത്തികേടായി കിടക്കുന്നു. ചെന്ന് കയറിയപ്പോ അവിഞ്ഞ നാറ്റമൊക്കെ അതിനകത്ത്. അതെന്താ? വേറെന്തോ ഇവരെന്തൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടോ ഗ്യാങ് ഹൗസ്? വൃത്തികേടായി കിടക്കുന്നത്. ഹലോ Sir, please come near the waterfalls, okay? Oh, coming. Yes, sir. Please come alone. എടാ നിങ്ങളിവിടെ ഉണ്ടാവോ? എനിക്കൊരു 10 മിനിറ്റ് സമയം വേണം. ഞാൻ ഇപ്പൊ വരാവേ. കോച്ചിന്റെ എന്റെ നമ്പർ അറിഞ്ഞൂടെ? 3333 அது அனுப்பிச்சா போக மாட்டேங்குது. அதனாலதான் உனக்கு அனுப்ப சொல்றேன். കോച്ചിന്റെ നമ്പർ പറഞ്ഞേ. 505. ക്രിയേറ്റീവ് ഹായ് വന്നാ മെസ്സേജ് வரலல. ഹലോ അണ്ണാ. ഹലോ അലീന പറഞ്ഞോ. അലീന ഒരു ചട്ടി എടുക്കാൻ ഞാൻ ആ ഗ്യാങ് ഹൗസിൽ കേറി എന്നുള്ള ശരിയാ? അലീന ഇത്രയും വലിയ പ്രശ്നമാവുമെന്ന്. അലീന ഗ്യാങ് ഹൗസിലെ പെണ്ണുങ്ങൾ കേറാൻ പാടില്ലെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതല്ലേ അലീന? അണ്ണാ എന്നോട് ചന്ദ്രൻ പറഞ്ഞു. ഇത്രയും നാളെ ചന്ദ്രന്റെ ഒരു കാര്യത്തിൽ ഒരു എതിർപ്പായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടോ? ഒരു കാര്യമില്ല. മോന്റെ കാര്യത്തിലോ നിങ്ങളുടെ ദാമ്പത്യത്തിന്റെ കാര്യത്തിലോ എന്തിനെങ്കിലും ഞാൻ തലയിടാൻ വന്നിട്ടുണ്ടോ? ഇല്ല. അതവളുടെ സമയേ എന്റെ അമ്മേ. അല്ല ഒന്ന് പറയുമോ അലീന? ഞാൻ അത്രയും ഇതായിട്ട് കീപ്പ് ചെയ്ത ഒരു കാര്യമല്ലേ. ഞങ്ങളുടെ ഗോഡ് ഫാദറിനോട് ഞാൻ എന്ത് പറയും അലീന? ഇതെല്ലാം ഗോഡ് ഫാദർ ജട്ടി ഇടണല്ലോ. നീ 2 ജട്ടി തയ്ച്ചു കൊടുക്ക്. എന്തൊക്കെ അറിയണം എന്തൊക്കെ. അലീന ഞാൻ അലീന അടുത്താണ് സംസാരിക്കണത്. പ്ലീസ് എനിക്ക് ഞാൻ പറയണൊന്ന് കേക്കോ? പറഞ്ഞോ. ചന്ദ്രൻ വാറിനിടുന്ന ജെട്ടിയാണത്. ജോക്കിയുടെ ജെട്ടിയാണത്. അതിട്ടാലേ വാറ് ജയിക്കുള്ളൂ എന്നുള്ള ഒരു സാധനം ചന്ദ്രന്റെ മനസ്സിലുണ്ട്. അത് കഴുകിയിട്ടു. ആ സമയത്ത് മഴയുണ്ടായിരുന്നു. ക്ലിപ്പ് ഇട്ടിട്ടില്ല. പറന്നു പോകുന്നുള്ള ഒരു പേടി കാരണം എന്നോട് പറഞ്ഞു. അപ്പൊ ഒരേ ഒരു ഗേൾ ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് എനിക്ക് അതെങ്കിലും ചെയ്തുകൂടെ? ഒന്നിലധികം ഗേൾ ഫ്രണ്ട് ഉള്ളവർക്ക് ഇത് മനസ്സിലാവത്തില്ല അലീന. ജട്ടി പോലും മനസ്സിലാക്കാത്ത മനുഷ്യന്മാരാണ് ഈ നാട്ടിലുള്ളത്. അറിയോ നിനക്ക്? ജെട്ടിയല്ലേ വാസുണ്ണ? എന്തോ ആയിക്കോട്ടെ, ജട്ടിയോ കുട്ടിയോ എന്തോ. എനിക്ക് ജട്ടിയുണ്ട്. പിന്നെ
എന്തോ ആയിക്കോട്ടെ അലീന, അതുകൊണ്ടല്ല നിങ്ങൾ എന്തിനു കേറി ആ സൂര്യബോസിനെ വിട്ടെടുപ്പിച്ചുകൂടായിരുന്നോ? അവൻ എത്തത്തില്ല. എന്ത് കിടക്കുന്ന ജെട്ടി അറ്റ്ലീസ്റ്റ് എത്തത്തില്ല വാസണ്ണ. ഒരു പണിയില്ലാതെ കോച്ചൊക്കെ ഇവിടെ ഇരിക്കുന്നു. കോച്ചിനെ വിളിച്ച ജട്ടി ഒന്നും മറിച്ചിടാൻ പറഞ്ഞ ജെട്ടി നനയൂലേ വാസണ്ണ? എന്താ പാറിനിടാനുള്ളതല്ലേ? ജട്ടി ഇടാത്ത ആളുകളുടെ അടുത്ത് ഇതൊക്കെ പറയേണ്ട ആവശ്യം എന്താണ്? നീ കോള് കട്ടി അലീന. ഇങ്ങനെ ജട്ടി ഇട്ട് എന്റെ ജീവിതത്തിൽ പോലും കണ്ടിട്ടില്ല. നീ ഒന്ന് വെച്ചേ. അൺനെസസറി ജട്ടിയില്ലാത്ത മനുഷ്യന്മാരോടാണ് ഇതൊക്കെ സംസാരിക്കുന്നത്. എന്നെ അവള് ജട്ടി ഇടാതെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതാ അവളെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല അലീന. അയ്യപ്പാ ഞാൻ അനുഭവിക്കേണ്ടി വരുമല്ലോ. അലീന ഈ ഒരു വട്ടം പോട്ടെ, ഈ ഒരു വട്ടം പോട്ടെ. ജെട്ടി എടുക്കാനോ കുട്ടി എടുക്കാനോ വരത്തില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൾക്കാരെ ഏൽപ്പിക്കാം. മനസ്സിലായോ? അല്ല ജെട്ടി എടുക്കാനോ? കഴുകാത്ത ജട്ടിയിട്ട് പ്ലീസ് സംസാരിക്കണമെന്ന് പറയണേ. ആ കുട്ടിയുടെ അടുത്ത് ഞാനൊരു സാമിയാണ്, സംസാരിക്കരുതെന്ന് പറയണേ പ്ലീസ്. വേണ്ട എലി, വേണ്ട വേണ്ട. നമ്മള് വരത്തില്ല മതി. ഈ ജെട്ടി ഇടരുതെന്ന് പറയാം ചന്ദ്രനോട്. ഓക്കെ ശരി ശരി. അയ്യപ്പാ ഓടിക്കണേ അയ്യപ്പാ. എന്തിന് ഹലോ ഹലോ വാസുണ്ണ, നിങ്ങളെ ഗേൾ ഫ്രണ്ട് എന്റെ മുമ്പിലുണ്ട്. എലി എക്സ്. അതിന്റെ ഗേൾഫ്രണ്ട് അല്ല, എന്റെ എക്സ് ആണ്. കാണുന്നത് വെറുപ്പാ. എലി നിന്നെ കാണുന്ന വെറുപ്പാന്നാ പറയുന്നത് മൂപ്പർ. എനിക്ക് അറപ്പാണ്, അറപ്പ്. ആ സൗണ്ട് എന്നാ ഞാൻ മാറിയിക്കാം. സൗണ്ട് കേൾക്കാൻ പോലും താല്പര്യമില്ലെന്ന് പറയുന്നു. അതെന്താ അല്ല വാസുണ്ണ, നിങ്ങളെ മുന്നിൽ എന്താ ശരിക്കെന്താ പ്രശ്നം? എനിക്ക് അതിന്റെ മോൻ കാണുന്നത് എനിക്ക് കഴിയാം. സൗണ്ട് കേൾക്കുന്നത് ഇഷ്ടമല്ല, മോൻ കാണാൻ താല്പര്യമില്ല ഷെബീറെ. അല്ല നല്ലൊരു കുട്ടിയാണല്ലോ കാണുമ്പോ. പുറത്തുനിന്ന് കാണും, മിന്നുന്നതല്ല പൊന്നല്ലാന്ന് കേട്ടിട്ടില്ലേ? ഓ അപ്പൊ ആള് അത്ര വെടിപ്പല്ലേ? അത്രേന്നല്ല, ഒട്ടും വെടിപ്പല്ല. ഓ ആള് കച്ചറയാ? വെറും അപ്പിക്ക് തീട്ടക്കേസെന്നൊക്കെ പറയല്ലേ നമ്മള്. ആ എന്നോട് ഇപ്പൊ ഷഡ്ഡി കേസ് പറഞ്ഞു. ഷഡ്ഡി കേസ് ഇപ്പൊ എന്നോട് പറഞ്ഞു. അതെ, ഇവിടെ വാ പറഞ്ഞ ഇവക്ക് ഇതൊക്കെയാണ് വയറിളക്കം, തീട്ടം, അപ്പി, കണ്ടി. അതെ ഇതൊക്കെയാണ്. എന്നോട് ഇപ്പൊ പറഞ്ഞ ഒരു ഷഡ്ഡി മാത്രമേ ഇട്ടിട്ട് പോവാറുള്ളൂ. അത് വാറിന് മാത്രമേ ഷഡ്ഡി ഇടൂ, അല്ലെങ്കിൽ മൊത്തം ഫ്രീ ആയിട്ട് നടക്കൂന്നല്ല പറഞ്ഞു. അത് സോറി അത് ചന്ദ്രനെയാണ്. അത് ചന്ദ്രൻ. അതെ സാമി ശരണേ ഷെബീറെ. അയ്യോ സോറി അണ്ണാ, ഒന്ന് മീറ്റ് ചെയ്യാ കുറച്ച് കഴിഞ്ഞിട്ട്. ഞാനൊരു ചെറിയൊരു മീറ്റിംഗ്, ഒരു 15 മിനിറ്റ് മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. എവിടുന്ന് ആരെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളെന്തെങ്കിലും ആർപ്പിച്ച് ഒന്നും ഇല്ലായിരിക്കുന്ന ദിവസം ആരും ഉണ്ടാവൂല സിറ്റിയിൽ. ആരും ഒന്നും ചെയ്യാൻ, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പോകുമ്പോ 100 RP 5 പേരായിട്ട് 100 RP കൊണ്ടുവരും. 100 RP. ഇത് ഞാൻ ഹോസ്റ്റേജ് ആയിരുന്നില്ലേ ശരിക്കും? 5008. ദിസ് ഈസ് അവർ പമ്പ്, മൈ പമ്പ്. ഓക്കെ. Oh, this is Kalla sirdu pump alle. Chandra sirdu pump alle. ഒരു മിനിറ്റ്. ഹലോ എന്താ ചന്ദ്ര, കല്യാണം കഴിഞ്ഞല്ലേ? എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് ഞങ്ങൾ വാലന്റൈൻസ് വീക്ക് ആയതുകൊണ്ട് പെണ്ണുങ്ങളുടെ കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്ത് പറ്റി? എന്താ എടാ മോബി, ബ്ലൂ എന്നോട് സത്യം എല്ലാം പറഞ്ഞു കേട്ടാ. എടാ ഏബലേ, നിന്റെ അഭിനയം നീ ഇങ്ങനെ ഒലിച്ചിറങ്ങണല്ലോടാ. നീ ഇങ്ങനെ നിന്റെ എനിക്കൊന്നും അറിയണ സെക്കൻഡാണ് വിളിച്ചിട്ട് നിന്റെ നഖം വരെ അഭിനയിക്കണല്ലോ നിന്റെ. നടിപ്പിന്നായനാടാ നീ. സത്യം നീ ഉണ്ടായിരുന്നല്ലേ ആ രീതിയിലോട്ട് നീ കള്ള.
ഇല്ലടാ നമ്മളെ നീ എല്ലാം ഉണ്ടായിരുന്നു എനിക്കറിയാം. ബ്ലൂ ബ്ലൂ ഇല്ലില്ല നമ്മള് വന്നേ ഉള്ളൂ. ഈ ആഷ് ഉണ്ടായിരുന്നോ? സത്യം ആഷാണ് നമ്മളെയൊക്കെ ചന്ദ്ര സാർ മാസ്റ്റർ മൈൻഡ് ഇതിനകത്ത് ഇവള് പറഞ്ഞ പേരറിയാം. ഇവള് മെയിൻ ആയിട്ട് പറഞ്ഞ പേരെന്താന്ന് അറിയോ ഇതിനകത്ത്? എംബോയ്, മോബി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. മോബി അതാണ് ഉദ്ദേശിച്ചത്. നിനക്ക് എന്താ കാര്യം പറയാനുള്ളത് പറഞ്ഞു. കുറച്ച് പേഴ്സണലാണ് അണ്ണാ. വാ അണ്ണാ എന്നെ എന്തിനാണ് ഇങ്ങനെ നാണം കെടുത്തണ അണ്ണാ? നിന്നെ ഞാൻ എന്ത് നാണം കെടുത്തിയുടെ ചന്ദ്ര പറ. അണ്ണ എന്തിനാ ഈ ആൾക്കാര് ആ ഒസാം മുടിച്ചിട്ട് പറഞ്ഞു ബ്രോ ഞാൻ ഇങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഈ പോഷന്റെ ഇത് നിങ്ങൾ വേറെ ആരെങ്കിലും നോക്ക്, നിങ്ങളുടെ കൂട്ടത്തിലെ ആൾക്കാർ ഇതല്ല ഒന്നും രോഗമൊന്നും ആയില്ല, പക്ഷെ ഇതെന്തോ വേറെന്തോ ഒരു കാര്യം ഇങ്ങനെ പറയുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നത്. എന്തോ ഒരു കാര്യവും പറഞ്ഞില്ല. ഒസാമ എടുത്ത് അണ്ണാ ആ ഫോൺ കട്ട് ചെയ്യാൻ പറ്റുമോ? കണ്ണാപ്പി പറ. കണ്ണാപ്പി പറയടാ. ചന്ദ്രന്റെ അച്ഛനാന്ന് പറഞ്ഞ ദേവരത്തം വന്നേക്കുന്നത്. ബ്രോ പേരൊന്ന് പറയാ. എന്റെ പേര് സുരേന്ദ്ര ബോസ്. സുരേന്ദ്ര ബോസ്. നിന്റെ അച്ഛൻ വന്നിരിക്കുന്നു ചന്ദ്ര. നീ എവിടെ നിൽക്കുന്നത്? ഞങ്ങൾ അങ്ങോട്ട് വരാം. ഞാൻ മുതുകിലുണ്ട്, ഞാൻ അങ്ങോട്ട് കൊണ്ടുവരണോ? ഇതെവിടാ അണ്ണൻ? പമ്പാണോ? കടല അവിടെ കൊണ്ടുപോകും. കടല അവിടെ ഞങ്ങൾ അങ്ങോട്ട് വരാം. കടല കൊണ്ടുവരാ. ചന്ദ്ര നിന്റെ അച്ഛൻ വന്ന് നിൽക്കുന്നു. ഓ എടാ ശരിക്കും നിന്റെ അച്ഛൻ വന്നെന്ന്. പോയണ്ണ എടാ നിനക്ക് സന്തോഷമില്ലേ? ഞാനിതിന് സന്തോഷിക്കണ അണ്ണാ. പിന്നെ നിന്റെ അച്ഛൻ വന്നതിന് ഞാൻ പടക്കം പൊട്ടിക്കണോ? തന്ത ഇല്ലാത്തതിന്റെ കുറവിലല്ലല്ലോ അണ്ണാ നമ്മള് വളർന്നത്. എടാ ശരിക്കും നിന്റെ അച്ഛനാണെങ്കിലോ? നോക്കാം. നിക്ക് ഞാൻ പറഞ്ഞേക്ക്. ഒസാമ എടുത്ത് ഞങ്ങൾ ഒന്നും മോശമായിട്ട് പറഞ്ഞിട്ടില്ല, നാണം കെടുത്തിയിട്ടുമില്ല. അയാള് മോശമായിട്ടല്ല. ഞാൻ നടന്ന കാര്യം പറഞ്ഞുതരാം ചന്ദ്ര. ഇത് നിൽക്കട്ടോ. ഞാനും ഞങ്ങൾ കണ്ണാപ്പി അല്ലാതെ മുതുക്കി നിൽക്കുന്ന സമയത്ത് ജെട്ടി ബിൽഡിംഗ് വരെ പോയി. ജെട്ടി ബിൽഡിങ്ങിൽ ചെന്നപ്പം അവിടെ നമ്മള് സൈഡിൽ ഒസാമ നിൽക്കുന്നുണ്ട്. ഞാൻ ചെന്നിട്ട് ഒസാമയല്ലേ ഞാൻ പറഞ്ഞു. അതെ ബ്രോ എനിക്കൊരു കാര്യം പറയണ്ട, ഒന്ന് വണ്ടി കയറി എന്ന് പറഞ്ഞ് പുള്ളി അപ്പം തന്നെ ഡോർ തുറന്ന് വണ്ടിക്കകത്ത് കയറി. ഞങ്ങൾ നേരെ സംസാരിച്ചിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്ന് നേരെ ഞാൻ ഇപ്പൊ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലിയ മാസമായിട്ട് നമ്മളെ ഗ്യാങ്ങിന് ഇത്ര സാധനങ്ങളുടെ ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് വലിയ ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് വെക്കുമ്പോ നിങ്ങള് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ചോദ്യമൊക്കെ ചെയ്യുമ്പോ എന്തോ പോലെ ഞാൻ നമുക്ക് കുറച്ച് ഡീല് സംസാരിക്കാൻ ഒസാമ എടുത്ത് പോയതാ. ഒസാമ നിന്റെ അടുത്ത് എന്ത് കള്ളത്തരാ പറഞ്ഞെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കള്ളത്തരല്ല പറഞ്ഞേ, വെറുതെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരണ്ട. നമ്മൾ ഒസാമയാണോ വിശ്വാസം എന്നാണോ വിശ്വാസം? അപ്പൊ പിന്നെ ഞാൻ എന്ത് പറഞ്ഞോടാ? ഒസാമ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നോട് തുറന്നു പറയൂലേ? അല്ലെ അവനെ തട്ടിക്കൊണ്ട് പോയെന്നൊക്കെ പറഞ്ഞാൽ നീ എന്നെ എന്തെങ്കിലും ചെയ്യുവോ? ഞാൻ ഒന്നും ചെയ്യില്ല. ഒസാമ നിന്റെ അടുത്ത് കള്ളം പറയണതാ. അവൻ കള്ളനാ. അല്ല അങ്ങനെ കള്ളൊന്നും പറഞ്ഞില്ല. അതായത് ഞാൻ ഇതിപ്പോ എനിക്ക് അണ്ണൻ ആലോചിച്ചു. അണ്ണൻ ഒരാളെ ഏർപ്പാടാക്കി, അയാളെ ഞാൻ ഇതുപോലെ എന്തേലൊക്കെ പിടിച്ചോണ്ടൊക്കെ പോയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അണ്ണനല്ലേ ബാഡ്. അയാളൊന്നും പറഞ്ഞില്ലെങ്കിൽ കൂടി അണ്ണനൊരു ബാർസി തോന്നത്തില്ലോ? ഞാൻ ഒന്നും മോശമായിട്ട് പറഞ്ഞിട്ടില്ല. അത് ഒസാമ എന്തോ പുള്ളിയുടെ ഡീലിംഗിൽ എന്തോ ഞാൻ ഒസാമ എടുത്ത് എന്ത് ഡീസന്റ് അണ്ണൻ എന്തെങ്കിലും അറിയണോ? ഞാൻ ഒരു സാമിയാ. ഞാൻ എന്തെങ്കിലും അല്ല അണ്ണൻ എന്തെങ്കിലും അറിയണമെന്നുണ്ടോ? എന്ത് അണ്ണാ ഈ ഗണ്ണ് ഞാൻ മനസ്സാ വാചക കർമ്മണ അറിയാത്ത കാര്യമാണ് അണ്ണാ. ഞാൻ എടുത്തിട്ടില്ല ചന്ദ്ര. എനിക്ക് നിന്നോട് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ ഞാൻ നിന്നോടല്ല ചോദിക്കൂടാ, ഞാൻ വേറെ ആരുടെ ചോദിക്കൂടാ. എനിക്ക് നിന്നെ വിശ്വാസമാടാ ചന്ദ്ര. സ്വാമി ശരണം. സത്യല്ലേ? ഞാൻ വേറെ കാര്യം പറയട്ടെ. നിന്റെ ജട്ടി കഴുകി തരാൻ വേണ്ടിയിട്ട് നിന്റെ പെണ്ണുമ്പിള്ള ഗ്യാങ് ഹൗസിനകത്ത് കയറിയെന്ന് പറഞ്ഞിട്ട് ഞാൻ CCTV കണ്ടല്ലോ. ഞാൻ വിളിച്ച നല്ല രീതിയിൽ കൊച്ചൊക്കെ ഓക്കെ. ഇനി ജട്ടി കഴുകാനാണോ അത് കഴുകാനാണോ പറഞ്ഞ് ഇതിനകത്ത് ആരെങ്കിലും കേറിയ ഞാൻ അടിക്കും. ഞാൻ അവിടുത്തെ ചോദിച്ചു എന്ത് വെടികൊള്ളൊക്കെ കവചം വല്ലാണോ നിനക്ക് ഇത്ര അത്യാവശ്യപ്പെട്ട് പോയി എടുക്കാനെന്ന്. ഹലോ അണ്ണാ വരുവോ? ചന്ദ്ര ഒന്ന് ചെക്കിംഗ് ഉണ്ട് ഇവിടെ. നോക്കി കണ്ടോ പറഞ്ഞ കയ്യിൽ ഒരു സാധനം ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റണേ. നിന്റെ കടൽ അവിടെ ഒന്ന് വന്നേ.
ലൊക്കേഷൻ അമിച്ചിട്ട് മിസ്റ്റർ എക്സ്. ചന്ദ്രൻ അച്ഛനാ ചന്ദ്രൻ അച്ഛൻ ഹലോ അടുത്ത് ക്ഷയമുണ്ട്. ചന്ദ്രൻ ചത്തേ? അയ്യോ എന്റെ മോൻ എന്തോ മോൻ പോയി ചെത്ത് മോനൊക്കെ ഏത് മോനൊക്കെ സാറേ അണ്ണാ വേറെ പ്രശ്നമായി അവിടെ പോലീസും മിലിറ്ററിയൊക്കെ ഉണ്ട്. ഇതെന്താ സിറ്റി മൊത്തം? സുരേന്ദ്ര കാണുന്നുണ്ടോ? ഇതാണ് ചന്ദ്രന്റെ അണ്ണൻ. കാണാവോ? ഇതാണ്. അതെ ചെറുതായിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ. എന്തായിരുന്നു പേരെന്തായിരുന്നു? എന്റെ പേര് സുരേന്ദ്ര ബോസ്. സുരേന്ദ്ര ബോസ്. മക്കളെ ചന്ദ്രന്റെ അച്ഛനാണെന്നുള്ളതിൽ എന്താ തെളിവ്? അല്ല ഞാന് ഇവിടെ അന്വേഷിച്ചു, ചോട്ടുവിനോട് അന്വേഷിച്ചു. അപ്പോ ഇതുപോലെ ഒരു അനാഥാലയത്തിലെ കൊച്ചിനെ കൊണ്ട് ഉപേക്ഷിച്ചതാണെന്ന് ഞാൻ അറിഞ്ഞു. അല്ല എന്തിനാണ് അപ്പൊ അനാഥാലയത്തിൽ കൊണ്ട് ഉപേക്ഷിച്ചത്? അത് ഉപേക്ഷിച്ചത് എന്റെ അപ്പോഴത്തെ ഒരു സാഹചര്യത്തിലാണ് മക്കളെ. എന്നാലും ഇത്രയും വർഷം അവനെ തിരിഞ്ഞു പോലും നോക്കാതെ, അവനൊന്ന് ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും അറിയാതെ എങ്ങനെ പറ്റി നിങ്ങൾക്ക്? ഞാൻ ഒളിവിലായിരുന്നു, സത്യം പറഞ്ഞാൽ ഒളിവിലായിരുന്നു മക്കളെ. ഞാൻ എന്തിനു ഒളിവിൽ പോയത്? ഞാൻ സത്യം പറഞ്ഞാല് ഒരു മാവോയിസ്റ്റ് ആണ്. അപ്പോ ഞാൻ എപ്പോഴും ഇപ്പൊ ചന്ദ്രന്റെ അച്ഛനൊന്ന് കൺഫേം ചെയ്യൊരു വഴിയുണ്ടാണ്. അച്ഛാ പാൻ്റെ നൂര് മക്കളെ. ആ ചന്ദ്രന്റെ അച്ഛൻ തന്നെയാണ്. അതെന്താ അങ്ങനെ പറഞ്ഞത്? സാധനല്ല പിന്നെ എങ്ങനെയാണ് അവനുണ്ടായത്? ചന്ദ്രനെ പോലെ ചെറുതാണ്. വലിപ്പത്തിലല്ല കാര്യം മക്കളെ. അത് ശരിയാച്ചാ. സപ്പോർട്ട് ചെയ്താണ്. എടാ അതല്ല, സമയത്ത് ഇപ്പൊ ചന്ദ്രനെ കാണാനുള്ള കാരണം ചന്ദ്രന് ഒരുപാട് പൈസയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇനി ആ വയസ്സാം കാലത്ത് ബാക്കിയുള്ള സമയം ചന്ദ്രന്റെ പൈസക്ക് ജീവിക്കുക. അതായിരുന്നു ഇപ്പൊ അച്ഛൻ. ഇവിടെ അറിഞ്ഞില്ലല്ലോ മക്കളെ. ഞാൻ ഇവിടെ എത്തിയപ്പോ അവന്റെ പേരിൽ 4 പെണ്ണ് കേസുണ്ടെന്നൊക്കെയാണല്ലോ ഞാൻ കേട്ടത്. പെണ്ണ് കേസൊക്കെ പോട്ടെ, ഒന്ന് സോൾവ് ചെയ്യാന്ന് വെച്ച് വന്നതാണ്. കാശുണ്ടെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് ഇത്രയും നാള് അവൻ എത്ര ദിവസം ഗ്യാഗോസ്റ്റിലിരുന്ന് കരഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? അയ്യോ അതിലും അച്ഛനെ കാണിച്ചു തരുമോ? ഞാൻ ഇവിടെ ഓരോരുത്തരുടെ അച്ഛനെ വെച്ച് എത്ര വർഷം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതറിയോ? പള്ളിയിൽ അച്ഛനെ വരെ ലാസ്റ്റ് കാണിച്ചു കൊടുക്കേണ്ട വന്ന അവനൊന്ന് അച്ഛാന്ന് വിളിക്കാൻ ഒരാൾക്ക് വേണ്ടിയിട്ട്. അവന്റെ സ്വന്തം അച്ഛൻ ജീവനോടുണ്ട്. അത് ഞങ്ങൾക്ക് അറിയുമായിരുന്നോ? ഞാൻ ഇവിടെ എത്താൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി. ഭാഗ്യവശാലാണ് ഞാൻ ചോട്ടൂരെ ബംഗാളിൽ വെച്ച് കണ്ടെത്തിയത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് അവൻ ഇവിടെ ഈ സിറ്റിയിലുണ്ടെന്ന്. എന്റെ കഥ പറഞ്ഞപ്പോഴാണ് ചോട്ട് പറഞ്ഞത് ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്ന്. എനിക്കൊന്നും പറയാനില്ല അച്ഛൻ്റെ അടുത്ത്. സ്വന്തം മോൻ തന്നെ സംസാരിക്കട്ടെ. ഞാൻ സംസാരിക്കാം. അവനെ കാണാനാണ് ഞാൻ വന്നത്. സൂപ്പർ കുട്ടൻ. ഇത് ആരുടെ കാറാ? ബ്രോ വണ്ടി ഗോൾഡൻ കാറ് ഒന്നെടുത്തോട്ടെ. ഇത് ആരുടെ വണ്ടി? ഇത് ആരുടെ? ഇതൊന്നും ഓടിക്കാൻ പറ്റും? എടാ ഇതൊന്നും ഓടിച്ചോട്ടെ. എടാ ഒന്ന് മാറുവാടാ. പറഞ്ഞല്ലോ അണ്ണന്റെ കാറൊന്ന് ഓടിച്ചു നോക്കണ. ഒന്നുകൂടെ അണ്ണനെ കാണാനില്ല. ഇതിനകത്ത് അകത്തിറങ്ങിപ്പോയി അണ്ണാ. ഒരു മിനിറ്റ് ഞാൻ ഓടിച്ചോട്ടെ. ഇടുന്നു. ഇത് ക്ലൈമറ്റ് കൂടെ പോകുന്ന ആളാണ്. എന്ത് രസമല്ലേ നോക്കൂ. വിട്ടിൽ വിട്ടിട്ടുണ്ടോ?
പോടാ ഫ്ലോ അങ്ങ് പോടാ. എന്റെ അമ്മോ ഒരെണ്ണം മേടിച്ചാലോ? കിക്കിന്റെ F1 കാറുണ്ട്, നമുക്ക് കിക്കിന്റെ കാർ ഇറക്കിയാലോ? കിക്കിന്റെ കാറുണ്ട്, കുറച്ച് ശമ്പളം കൂടി തന്നാലോ? കിക്കിന്റെ കാറുണ്ട്, കിക്കിന് F1 കാറുണ്ട്. ഫ്യൂൽ അടിക്കാം. തിരിച്ചു പോകത്തില്ല കേട്ടോ, ഇത് ഫ്യൂൽ ഇല്ല ഇതിനകത്ത്. ഇവിടെ തൊട്ടടുത്ത് പമ്പ് എവിടെ ഉള്ള? ഫ്രണ്ടിലുണ്ടല്ലോ പമ്പ് വരെ പോവില്ലേ? പമ്പ് വരെ എത്താം. പ്ലീസ് 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 പ്ലീസ്. ഇത് പമ്പ് വരെ എത്തിയാൽ ബ്ലൂ എനിക്ക് സെറ്റ് ആവും. വരെ എത്തി. ബ്ലൂ എനിക്ക് തന്നെ. ഓക്കെ മിസ്റ്റർ എക്സിനെ വെറുതെ നമുക്ക് പോസ്റ്റ് ആക്കണ്ട ഗൈസ്. മിസ്റ്റർ എക്സിനെ പോസ്റ്റ് ആക്കിയാൽ ശരിയാവത്തില്ല. കോച്ച് എവിടെ ഇരിക്കുന്നു? കോച്ച് ഞാൻ എന്താ വരുന്നേ? കിക്ക് F1 is now ഓടി F1. അവര് വണ്ടി വിറ്റല്ലേ, അതിന്റെ എഗ്രിമെന്റ് കഴിഞ്ഞല്ലേ? അവർക്ക് കട വന്നു തോന്നുന്നു. അടുത്ത ദിവസം എന്നെയും പറഞ്ഞു വിടും കേട്ടോ ഇനി കിക്കിന്ന്. അവര് വണ്ടിയൊക്കെ വിറ്റ് കേട്ടാ. അടുത്ത എന്നെയും പറഞ്ഞു വിടും. മെസ്സേജ് ഇതെന്താ സൂര്യബോസ് എന്താ അയച്ചേക്കുന്നത്? இது வந்து அதாவது என்ன பண்ணான்னா அம்மாவும் அதுக்கப்புறம் அம்மா உள்ளே ஏறும்போது கெட்டி எடுக்கும்போது இந்த சின்ன மோள் என்ன செய்யறானா அவட பெட்டு மேலே லைட்டாக கழிச்சு போயிருப்பா. அதனால வாஷ் செய்துட்டு அவட ஒருங்கு போயிருப்பா. ஓகே தேங்க்யூ பாய். പോയോ പോയോ? റിവെഞ്ച് തീർക്കാണ്. ഇന്നലെ ഇവളുടെ ഇതിൽ കയറി മുള്ളിയായിരുന്നല്ലേ? എസ്കേപ്പ് ആർപി കളിക്കുന്ന ആള്. FPP ഓടിക്കാൻ പറ്റൂലടാ. വണ്ടി എവിടെ? എന്താ വണ്ടിക്കകത്ത് ഇറങ്ങി വന്നേ? എന്താ തൊപ്പിക്ക് വേണം? എന്ത് നമുക്കെന്ത് എന്ത് ചെയ്ത്? ന്യൂ ഇഷ്യൂ ലോഡിങ് എന്നോ? ചെക്ക് തൊപ്പി ലൈവ് ഈസ് ടോക്കിംഗ് അബൌട്ട് യു. എന്താ സ്കീം? എന്താ എന്ത് പറ്റി? എന്താ പ്രശ്നം? എന്താ ഇപ്പൊ പുതിയ പ്രശ്നം? എന്താ